പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്വിസ് സ്റ്റേഷനിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സ്വദേശ് മെഗാ ക്വിസിന് ആവശ്യമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 50 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പഠിക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതായിരുന്നു? 1757 പ്ലാസി യുദ്ധം. ബംഗാൾ നവാബ് സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു യുദ്ധം. സിറാജുദ്ദൗളയുടെ പടത്തലവൻ മിർ ജാഫറിന്റെ ചതിയും അന്നത്തെ മഴയിൽ വെടിമരുന്ന് നനഞ്ഞുപോയതുമാണ് ബ്രിട്ടീഷുകാർക്ക് ജയം നേടാൻ കാരണമായത്. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരെന്ത്? ശിപ്പായി ലഹള. ഇന്ത്യൻ സൈനികർ ഉപയോഗിച്ചിരുന്ന എൻഫീൽഡ് തോക്കുകളിൽ പശു, പന്നി എന്നിവയുടെ കൊഴുപ്പടങ്ങിയ കാട്രിഡ്ജ് ഉപയോഗിച്ചതിനെതിരെ നമ്മുടെ സൈനികർക്കിടയിൽ മതവികാരം വ്രണപ്പെട്ടു. അതാണ് പെട്ടെന്നുള്ള പ്രക്ഷോഭത്തിന് കാരണമായത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതായിരുന്നു? സുബേദാർ. ഒരു ബ്രിട്ടീഷ് ആർമി ഓഫീസർക്ക് ലഭിച്ച ശമ്പളത്തിന്റെ 1/10 പോലും അതേ തസ്തികയിലെ ഇന്ത്യൻ സൈനികന് ലഭിച്ചിരുന്നില്ല. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1600 ഡിസംബർ 31 രൂപം കൊണ്ടു. ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ്? 1905. കഴ്സൺ പ്രഭുവാണ് ഭിന്നിച്ചു ഭരിക്കാൻ ബംഗാളിനെ വിഭജിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്, എവിടെ വെച്ചാണ്? 1919 ഏപ്രിൽ 13 അമൃത്സറിൽ വെച്ച്. അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ റൗലറ്റ് ആക്ടിനെതിരെ ഒരു യോഗം ചേർന്ന ജനങ്ങൾക്ക് നേരെ നടന്ന വെടിവെപ്പായിരുന്നു ഇത്. ജാലിയൻ വാലാബാഗ് ഒരു പൂന്തോട്ടമായിരുന്നില്ല, 4 ഭാഗവും മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു പറമ്പായിരുന്നു. പുറത്തേക്ക് കടക്കാനുള്ള ഒരേ ഒരു ഇടുങ്ങിയ വഴി ജനറൽ ഡയർ തോക്കുകളുമായി അടച്ചുപൂട്ടി. വെടിയേൽക്കാതിരിക്കാൻ ജനങ്ങൾ ചാടിയ അവിടെ ഉണ്ടായിരുന്ന കിണർ ഇന്നും രക്തസാക്ഷി കിണറായിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആര്? രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിന് നൽകിയ നൈറ്റ്ഹുഡ് പദവിയാണ് ഉപേക്ഷിച്ചത്. വൈസ്രോയ്ക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: അപമാനത്തിന്റെ ഈ അന്തരീക്ഷത്തിൽ എൻ്റെ സ്വന്തം ജനങ്ങളോടൊപ്പം യാതൊരു പദവികളുമില്ലാതെ നിലകൊള്ളാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരായിരുന്നു? ജനറൽ റെജിനാൾഡ് ഡയർ. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗരായിൽ ജനങ്ങൾ പോലീസ് സ്റ്റേഷന് തീയിടുകയും അതിൽ 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. സമരം അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് ആൾക്കാർ അക്രമത്തിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞ കാരണത്തിൽ ഗാന്ധിജി തൻ്റെ നിസ്സഹകരണ സമരം പെട്ടെന്ന് നിർത്തിവെച്ചത്. ചിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ ആരാണ്? 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിൽ ഭാരതത്തെ റെപ്രസെന്റ് ചെയ്ത് പ്രസംഗിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. മറ്റ് പ്രതിനിധികൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന അഭിസംബോധന ചെയ്തപ്പോൾ വിവേകാനന്ദൻ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് ആണ് വിളിച്ചത്. ഗാന്ധിജി തന്റെ 61ാമത്തെ വയസ്സിൽ ചരിത്രപ്രധാനമായ ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന്, എവിടെ നിന്നാണ്? 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് തൻ്റെ 78 അനുയായികളുമായി ഗാന്ധിജി കാൽനടയായിട്ടാണ് യാത്ര തിരിച്ചത്. ലോകമാധ്യമങ്ങൾ ഈ യാത്ര മുഴുവൻ കവർ ചെയ്തു. അമേരിക്കയിലെ ടൈം മാസിക ആദ്യം ഗാന്ധിജിയെ യാത്രയെ കളിയാക്കി, പിന്നീട് അദ്ദേഹത്തെ തങ്ങളുടെ മാൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു?
ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറം 24 ദിവസം കൊണ്ട് 240 മൈൽ താണ്ടി ഏപ്രിൽ 6-ന് ഗാന്ധിജി കടൽവെള്ളം കുറുക്കി ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു. ഉപ്പു നിയമം ലംഘിക്കുന്നതിനു വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസ്രോയി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തെ പരിഹസിച്ച് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എ സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്നാണ് പറഞ്ഞത്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആര്? ലിൻ ലിത്കോ പ്രഭു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ സഹായം നേടാൻ ലിൻ ലിത്കോ പ്രഭു മുന്നോട്ട് വെച്ച ആനുകൂല്യങ്ങളാണ് ഇത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മജിയെയും മറ്റു നേതാക്കളെയും ജയിലിൽ അടച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് 9-ന് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെയാണ് ഓപ്പറേഷൻ 0 അവർ വഴി എല്ലാ പ്രധാന കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്തത്. നേതാക്കളെല്ലാം ജയിലിലായപ്പോൾ ഉഷ മേത്ത എന്ന 22-കാരി വിദ്യാർത്ഥിനി രഹസ്യമായി കോൺഗ്രസ് റേഡിയോ നടത്തി സമര വാർത്തകളൊക്കെ പുറത്തെത്തിച്ചു എന്നാണ് ചരിത്രം. എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ബോംബെയിലെ ഗോവാലിയർ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ഇന്ന് ഈ മൈതാനം ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു: ഇതൊരു അവസാന പോരാട്ടമാണ്. നമ്മൾ ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കും, അല്ലെങ്കിൽ ഈ ശ്രമത്തിൽ മരിക്കും. നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ നമ്മൾ ജീവിച്ചിരിക്കില്ല. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക. ഈ പദം നിർദ്ദേശിച്ചത് മുംബൈ മേയറായിരുന്ന യൂസഫ് മെഹ്റലി ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്കോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ, അതായത് 35-ാം വയസ്സിൽ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയും കൂടിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഒളിവിൽ നിന്ന് പോരാടിയ പ്രമുഖ നേതാവായിരുന്നു JP. ഹസാരിബാഗ് സെൻട്രൽ ജയിലിന്റെ കൂറ്റൻ മതിൽ ചാടിക്കടന്നാണ് JP ഒളിവിൽ പോയത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ അസഫ് അലി. 1942 ഓഗസ്റ്റ് 9-ന് ബ്രിട്ടീഷ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ബോംബെയിലെ ഗോവാലിയർ ടാങ്ക് മൈതാനത്ത് ത്രിവർണ പതാക ഉയർത്തിയതിനാണ് ഇവർ പ്രശസ്തയായത്. ഹീറോയിൻ ഓഫ് 1942 എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഉലയ്ക്കുവാൻ പര്യാപ്തമായ കലാപം ഏതായിരുന്നു? ഇന്ത്യൻ നാവിക കലാപം. 1946 ഫെബ്രുവരിയിൽ ബോംബെയിലെ HMIS തൽവാർ എന്ന കപ്പലിലെ നാവികർ ആരംഭിച്ച കലാപമായിരുന്നു ഇത്. 1947 ഓഗസ്റ്റ് 14-ന് അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ പ്രസംഗം നടത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്ന് ആരംഭിച്ച ഈ പ്രസംഗം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച 10 രാഷ്ട്രീയ പ്രസംഗങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി. വിൻസ്റ്റൺ ചർച്ചിലിനെ തോൽപ്പിച്ചാണ് ആറ്റ്ലിയുടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നത്. ചർച്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ ശക്തമായിട്ട് എതിർത്ത ആളായിരുന്നു. എന്നാൽ ആറ്റ്ലി സ്വാതന്ത്ര്യത്തിന് അനുകൂലമായിട്ട് നിലകൊണ്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരായിരുന്നു? എല്ലാവർക്കും അറിയാം, ജവഹർലാൽ നെഹ്റു.
ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെ? സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ബഹ്റൈൻ ആൻഡ് ലിച്ചൻസ്റ്റീൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? മൗണ്ട് ബാറ്റൺ പ്രഭു. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യദിനം 1948 നിന്ന് 1947 ഓഗസ്റ്റ് 15 തിടുക്കത്തിൽ മാറ്റിയത് മൗണ്ട് ബാറ്റൺ ആണ്. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിൻ്റെ 2ാം വാർഷികമായിരുന്നു ഓഗസ്റ്റ് 15. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു? 168 ദിവസം. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ്? ഗാന്ധിജി മരണമടഞ്ഞപ്പോൾ. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? ബാലഗംഗാധര തിലക്. ബ്രിട്ടീഷ് എഴുത്തുകാരനായ വാലന്റൈൻ ചിറോൾ ആണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന് വിളിച്ചത്. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. INA ആദ്യം സ്ഥാപിച്ചത് 1942 മോഹൻ സിംഗ് ആയിരുന്നു. പിന്നീട് ഇത് പുനഃസംഘടിപ്പിക്കുകയാണ് നേതാജി ചെയ്തത്. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജി. ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര്? രാം സിംഗ് ഠാക്കൂർ. INA ക്യാപ്റ്റനും മ്യൂസിക് ബാൻഡ് മാസ്റ്ററുമായിരുന്നു രാം സിംഗ്. സുഭാഷ് ചന്ദ്രബോസിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ടാഗോറിന്റെ വരികൾക്ക് മാർച്ചിങ് ട്യൂൺ നൽകിയത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഭാരതരത്ന ബഹുമതി ലഭിച്ച ആദ്യ വിദേശിയാണ് ഇദ്ദേഹം. ഇന്ത്യ വിഭജിക്കുന്നതിനെ അവസാന നിമിഷം വരെ എതിർത്തത് ആര്? മൗലാന അബുൽ കലാം ആസാദ്. വിഭജനം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ദുരന്തമാകുമെന്നും വർഗീയതയ്ക്ക് ആക്കം കൂട്ടുമെന്നും തൻ്റെ പുസ്തകമായ ഇന്ത്യ വിൻസ് ഫ്രീഡത്തിൽ അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്നത് ആര്? 1940 മാർച്ച് 13 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് ആണ് വെടിവെച്ചു കൊന്നത്. അദ്ദേഹം ഇതിനുവേണ്ടി 21 വർഷമാണ് ക്ഷമയോടെ കാത്തിരുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. പഞ്ചവത്സര പദ്ധതികൾ, IIT, IIM, എയിംസ്, ISROയുടെ മുൻഗാമിയായ ഇൻകോസ്പാർ, വമ്പൻ അണക്കെട്ടുകൾ ഇതൊക്കെ സ്ഥാപിച്ചതിനാലാണ് നെഹ്റുവിനെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിളിക്കുന്നത്. മൗലാന അബുൽ കലാം ആസാദ് സ്ഥാപിച്ച പത്രം ഏതാണ്? അൽ ഹിലാൽ. 1912 ആരംഭിച്ച ഉറുദു പത്രമാണ് ഇത്. വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? അംശി നാരായണ പിള്ള. 1930 ഉപ്പു സത്യാഗ്രഹ കാലത്ത് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന പദയാത്രയിൽ സമരക്കാർ ആലപിച്ച സമരഗാനമായിരുന്നു ഇത്. ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? വാർധാ പദ്ധതി അല്ലെങ്കിൽ നയി താലിം. 1937 ഇത് മുന്നോട്ട് വെച്ചത്. ഗാന്ധിജി വാർധയിൽ വിളിച്ചുകൂട്ടിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സാക്കിർ ഹുസൈൻ. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചതാര്? 1932 മഹാത്മാഗാന്ധി. ഇത് പിന്നീട് ഹരിജൻ സേവക് സംഘ് എന്ന പേരിൽ അറിയപ്പെട്ടു.
രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ്? യങ് ഇന്ത്യ. ഗാന്ധിജി പ്രസിദ്ധീകരിച്ചിരുന്ന ഇംഗ്ലീഷ് ആഴ്ചപ്പതിപ്പാണ് ഇത്. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആര്? KPR ഗോപാലൻ. 1940 മൊറാഴ സംഭവവുമായി ബന്ധപ്പെട്ടാണ് KPRന് വധശിക്ഷ വിധിച്ചത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഏതാണ്? ഭാരതരത്ന. 1954 നിലവിൽ വന്നു. ഈ പുരസ്കാരത്തിന്റെ രൂപം ആലിലയുടെ ആകൃതിയിലാണ്. ഇതിൽ സൂര്യന്റെ ചിത്രവും താഴെ ദേവനാഗരി ലിപിയിൽ ഭാരതരത്ന എന്നും എഴുതിയിട്ടുണ്ട്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആര്? അരവിന്ദ ഘോഷ്. കൂട്ടുകാരെ, 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഇനിയും സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ക്വിസ് വീഡിയോ ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക്